അല്ല ഹരീഷ് കത്തി കയറാൻ പറ്റുന്നുണ്ടോ അതോ എങ്ങനെ? അപ്പം എനിക്കൊന്നും നമ്മളെ കോമഡി ആൾക്കാർക്ക് മടുത്തു. അതൊന്നുമല്ല, അങ്ങനെ നമ്മൾ ഈ പാമ്പും പഴകിയാൽ പഷ്ടാന്നല്ലേ പറയുന്ന ആൾക്കാർ അല്ലേ? അല്ല, ചിലപ്പോൾ ചില നമ്മൾ കാലഘട്ടത്തിന്റെ ആയിരിക്കും അല്ലേ? ആയിരിക്കും. പിന്നെ എപ്പോഴും ഒരാൾക്ക് തിരക്കുണ്ടായിക്കോളുന്നില്ലല്ലോ. ഹരീഷിന് ഇടക്കാലത്ത് കുറേ പടങ്ങൾ വന്നിട്ടുണ്ട്. ഞാൻ പടത്തിന്റെ ചാകരയായിരുന്നു. 85 നിർമ്മല വീട്ടിൽ വീട്ടിലിരുന്ന് ഓർത്തു അല്ലേ? ഞാനെപ്പോഴും സങ്കടപ്പെടുന്നത് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ? ഒരു 85 പടം തോളം ചെയ്തിട്ടുണ്ട്. പിന്നെ എത്ര ലൊക്കേഷനിലൊക്കെ പോയിട്ടുണ്ട്? റെക്കോർഡ് എനിക്ക് 3-4 ലൊക്കേഷനിലൊക്കെ പോയിട്ടുണ്ട്. പിന്നെ കൊറോണ വരെ അത്യാവശ്യം നല്ല തിരക്ക്. കൊറോണയ്ക്ക് ശേഷം ഈ പടത്തിന്റെ മൊത്തത്തിലുള്ള സ്വഭാവങ്ങളൊക്കെ ഒന്ന് മാറി. കാശ് വരുന്നവരുടെ എണ്ണം കുറഞ്ഞാണോ എന്ന് പറയാൻ പറ്റത്തില്ലല്ലേ? നിർമ്മന്റെ കാര്യത്തിൽ എങ്ങനെയാണ് സംഭവിച്ചത്? കൊറോണ ഗുണമായോ ദോഷമായോ? പ്രത്യേകിച്ച് ഞങ്ങള് കൊറോണ സമയത്ത് ഞങ്ങൾ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തു അല്ലേ? നിങ്ങളുടെ കോമ്പിനേഷൻ സ്ട്രോങ് ആയിട്ട് പോകുന്നുണ്ട്. ഞാൻ വിചാരിച്ചു അടിവെച്ച് പിരിയാൻ സമയമായി, അത്രയും കൂടുതൽ വർഷമായി തോന്നുന്നു. ഉണ്ട്. ഞങ്ങള് എനിക്ക് തോന്നുന്നത് പിന്നെ ഒരു 10-20 വർഷമായി. 20 കൊല്ലമായോ? ഇത് എവിടെ വെച്ചാ ഒന്ന് ഇഴുകി ചേർന്നത്? ഞങ്ങൾക്കൊരു കോമൺ ഫ്രണ്ട് ഉണ്ട്, ദേവരാജ്. ദേവരാജിന് എപ്പോഴും പണി കൊടുക്കുന്ന ആളെ പുള്ളിയല്ലേ ദേവരാജ്? ദേവരാജ് നമ്മളെ സ്കിറ്റിലൊക്കെ കാലിനൊക്കെ ആയിട്ട് എപ്പോഴും തമാശ ഉണ്ടാക്കാൻ പുള്ളിയല്ലേ ഉപയോഗിക്കുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ട്. ദേവനെയാണ് ഞാൻ പരിചയം. ദേവന്റെ ഫ്രണ്ട് കോഴിക്കോട്ടുകാരനാണോ? ദേവന് ഞാൻ ഒരുമിച്ച് പഠിച്ച ഒരു സ്കൂളിൽ 8ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിച്ചവൻ എന്നിട്ട് പണി കൊടുത്തു അല്ലേ? ഓക്കെ. എന്നിട്ട് അങ്ങനെയാണ് ഹരീഷിനെ പരിചയപ്പെട്ടത്. പിന്നെ അത് അങ്ങനെ ഒരു ടീം. നിങ്ങളൊരു സ്കിറ്റ് ഫോമിലായത് എപ്പോഴാ? സ്കിറ്റ് നമ്മൾ ഒന്നിച്ച് കളിക്കാൻ സ്റ്റേജിൽ ഒന്നിച്ച് കളിക്കാൻ നമ്മൾ കുറെ പിന്നെ സ്കൂൾ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ സമയത്ത് തന്നെ ഞങ്ങൾ ഒരുമിച്ച് പ്രോഗ്രാം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അന്ന് ഞങ്ങൾ നാട്ടിൻപുറത്ത് മാത്രം ചില ക്ലബ്ബുകളിൽ അന്ന് 100-150 രൂപയ്ക്ക് മാത്രം പരിപാടി ചെയ്യുന്ന ആ സമയം. പിന്നെ അത് ഞങ്ങളൊരു ടീമായിട്ട് ഒന്ന് ഫെയിം ആവാൻ വേണ്ടി വന്നതാണ് കോമഡി ഫെസ്റ്റിവൽ. മനോരമയില് 1-2 എപ്പിസോഡ് മാത്രം ചെയ്ത് ടിവിയിലൊന്നും അത് എന്തോ ഒരു ഭാഗ്യത്തിന് ക്ലച്ച് പിടിച്ച് അതില് നിർമ്മലിന്റെ എന്താണ് ബാബുവേട്ട ക്ലിക്കായി. ഞാൻ ചെയ്ത കണാരനും ബാബുവേട്ടൻ മമ്മൂക്ക കണ്ടപ്പോ ബാബുവേട്ടന്റെ കാര്യം പറഞ്ഞു. എന്തോ മമ്മൂക്ക പറഞ്ഞു? ശരിക്കും ഇവനോടാ പറഞ്ഞത് എന്താ? അത് ഞാൻ അച്ചാദിൻ എന്ന് പറഞ്ഞ സിനിമയിൽ ഫസ്റ്റ് മാർത്താണ്ഡ സാറിന്റെ പടത്തില് അച്ചാദിൻ ചെറിയ റോള്. അപ്പം ചെന്ന സമയത്ത് മമ്മൂക്ക വരുമ്പം പരീക്ഷ തെറ്റിക്കരുത്, ഡയലോഗ് തെറ്റിക്കരുത്, മമ്മൂക്ക് മൊത്തം പേടിപ്പിച്ച് ടെൻഷൻ അടിച്ച് ഇപ്പൊ സിനിമയും വേണ്ട ഒന്നും വേണ്ട, ഇപ്പം തലമുട്ടാ മതി എന്നുള്ള പരിപാടിയിൽ നിൽക്കുമ്പം മമ്മൂക്കാൻ്റെ എൻട്രി. മമ്മൂക്ക വന്ന് ഇങ്ങനെ വന്ന് എന്താണ് ബാബുട്ടാ എന്ന് ചോദിച്ചിൻ്റെ അടുത്ത് ഞെട്ടി വാ ഇത് ഈ പടത്തിലുണ്ടോ ചോദിച്ചു. ഞാൻ ചെറിയൊരു അതോടുകൂടി നമ്മളെ ടെൻഷൻ പോയി, റിലാക്സ് ആയി അല്ലേ? അപ്പൊ ഈ ബാബുവേട്ടൻ അങ്ങ് രക്ഷപ്പെട്ടു അല്ലേ? ഞങ്ങള് എന്തുവായിരുന്നു നിങ്ങൾ അഡോപ്റ്റ് ചെയ്ത സ്റ്റൈല്? ഫസ്റ്റ് ഐറ്റം കളിച്ച് അത് ക്ലിക്ക്, രണ്ടാമത്തെ ഐറ്റം പാളീസായി. കാരണം രണ്ടാമത്തെ ഐറ്റം റെക്കോർഡിംഗ് ചെയ്യുന്നു, അത് പാളീസായി. റെക്കോർഡിംഗ് ഞങ്ങൾക്ക് അറിഞ്ഞു. നന്നൊരു ബന്ധുവില്ല, സ്റ്റേജിൽ ലൈവാണ് ഞങ്ങൾ എപ്പോഴും കളിക്കുന്നത്. പിന്നെ നമ്മളെ സ്റ്റൈലിലാണ്. അപ്പൊ ഈ റെക്കോർഡിംഗ് കോഴിക്കോട് സ്റ്റൈലില് റെക്കോർഡിംഗ് വന്ന സമയത്ത് ഇവർ പറഞ്ഞു റെക്കോർഡ് ചെയ്യാൻ നമുക്ക് എങ്ങനെ റെക്കോർഡ് ചെയ്യും എന്നുള്ള യാതൊരു ഐഡിയ ഇല്ല. അങ്ങനെ നമ്മളെ കൂടെ ഉള്ള CC കുറെ മറ്റേ ക്രിയേറ്റീവ് കോർഡിനേറ്റർ മൃഗയ സിനിമ സ്പൂഫ് റൗണ്ട്. അങ്ങനെ ഇവര് പറഞ്ഞ സ്റ്റൈലില് ഈ എറണാകുളം എത്തിയതും ഇല്ല, അങ്ങനത്തെ ഒരു സ്റ്റൈല് റെക്കോർഡ് ചെയ്ത് ഇറങ്ങും ചെയ്ത് എറണാകുളത്ത് എത്തിയില്ല. അങ്ങനത്തെ ഒരു സാധനമായി പോയി. അത് പൊട്ടിയപ്പോ ഞങ്ങൾക്ക് അടുത്തതും കൂടെ പൊട്ടിയാൽ ഞങ്ങൾ വീട്ടിലേ പോരാ. ആ സമയത്താണ് ഞങ്ങൾക്ക് ബാർബർ ഷാപ്പ് ഞങ്ങൾ പുലർച്ചെ 3 മണി സമയത്താണ് കളിക്കുന്നത്. അതോ അന്ന് മേക്കപ്പ് അവര് കുറച്ച് ആളുകൾ മാത്രം ഇരുന്നിട്ട്. പക്ഷെ അതങ്ങ് കേറി 3 മണി കോമഡിയാ, അതങ്ങ് കേറി ക്ലിക്ക് ടെലികാസ്റ്റ് ചെയ്തപ്പോ അതിനകത്താണോ ഈ ബാബുവേട്ടൻ വന്ന്? അതില് എന്റെ ക്യാരക്ടർ ബാബുവേട്ടനും കണാരനും ഉണ്ടോ അതില്? ഇല്ല. കണാരൻ എനിക്കൊന്ന് സ്വാതന്ത്ര്യ സമര സേനാനി, ജാലിയൻ മേല ബാഗ് സ്പെഷ്യലിസ്റ്റ്, ജാലിയൻ കണാരൻ അല്ലേ? അങ്ങനെ അതങ്ങ് ക്ലിക്ക് ചെയ്തു അല്ലേ?